ചാപ്റ്റർ 6 ഫസ്റ്റ് ടോപ്പിക്കാണ് കോണ്ടൂർ ഇൻ്റഗ്രൽ. ഓക്കെ, ഇത് ചാപ്റ്റർ 6 ആണ് കേട്ടോ. ചാപ്റ്റർ 6 ഫസ്റ്റ് പാർട്ട് കോണ്ടൂർ ഇൻ്റഗ്രൽ. അപ്പോൾ എന്താണ് ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ? നമ്മുടെ എക്സാമിന് ഡിഫൈൻ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്നൊക്കെ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അതായത് ഫസ്റ്റ് പറയണത് എഫ് എന്ന് പറയണത് എഫ് ബി ഡിഫൈൻഡ് അറ്റ് പോയിൻറ്റ്സ് ഓൺ എ സ്മൂത്ത് കർവ് സി ഡിഫൈൻഡ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ദെൻ ദി കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് of f along C is integral over C f of z dz equal to integral a to b f of z of t into z dash of t dt. അതായത് എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്മൂത്ത് കർവ് സി എന്ന് പറയുന്നതിൽ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഈ കർവിലെ പോയിൻറ്റ്സ് ആണ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടീം വൈ ഈക്വൽ ടു വൈ ഓഫ് ടീം. അതായത് കർവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി. ആ ടിയുടെ റേഞ്ചാണ് എ ടു ബി. അങ്ങനെയാണെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് സി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അതായത് ജസ്റ്റ് ഒരു ഡിഫൈൻ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്നൊക്കെ ചോദിച്ചാൽ പറയേണ്ട കാര്യമാണ്. സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അവിടെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് സി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചാൽ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 2 പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു 3 പ്രോപ്പർട്ടി പഠിച്ചു വയ്ക്കുക നിങ്ങൾ. അതായത് നമുക്ക് പഠിക്കാൻ 4 പ്രോപ്പർട്ടീസാണുള്ളത്. അപ്പോൾ ആ 4 പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരു 2 എണ്ണോ 3 എണ്ണോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് 4ഉം ഈസിയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഡെഫിനേഷൻ അറിയെങ്കിൽ 4ഉം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിക്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പ്രൂഫും നോക്കി വയ്ക്കുക കേട്ടോ. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ലെറ്റ് സി ഡിനോട്ട് ദി കോണ്ടൂർ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എക്സ്റ്റെൻഡിങ് ഫ്രം Z1 to Z2 minus C denote the contour consisting of the same set of points but with the order is reversed so that the new contour extends from Z2 to Z1 then integral minus C f of z dz equal to minus of integral C f of z dz. അതായത് Z equal to Z of t എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കോണ്ടൂർ. അല്ല, സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അവിടെയുള്ള കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. അത് Z1 തൊട്ടിട്ട് Z2 വരെയാണ്. ഓക്കെ, സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടിയിൽ സി എന്ന് പറഞ്ഞൊരു കോണ്ടൂർ ഉണ്ട്. അത് Z1 തൊട്ട് Z2 വരെയാണ്. ഇനി മൈനസ് സി എന്ന് പറയുന്ന കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം ഫംഗ്ഷനുള്ള കോണ്ടൂറാണ്. അതിൻ്റെ ഓർഡർ റിവേഴ്സ്ഡ് ആണ്. അതായത് Z1 ടു Z2 അല്ല, Z2 ടു Z1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അതായത് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടിയിൽ സി എന്ന് പറയുന്നൊരു കോണ്ടൂർ ഉണ്ട്. അത് Z1 തൊട്ടിട്ട് Z2 വരെയാണ്. മൈനസ് സി എന്ന് പറയുന്നത് ഇതേ സെയിം ഫംഗ്ഷനുള്ള ഒരു കോണ്ടൂറാണ്. പക്ഷേ അതിൻ്റെ ഓർഡർ റിവേഴ്സ്ഡ് ആണ്. എവിടെ തൊട്ടിട്ടാണ്? Z2 ടു Z1 ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടിയിൽ സി എന്ന് പറഞ്ഞൊരു കോണ്ടൂർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ആദ്യം ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ലെറ്റ് ദി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി ബി സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വേർ സെഡ് ഓഫ് എ ഈക്വൽ ടു Z1 ആൻഡ് സെഡ് ഓഫ് ബി ഈക്വൽ ടു Z2. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഡിഫൈൻ ചെയ്തു സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടിയിൽ. അതിൽ നമ്മൾ അതിന് ഒരു ലിമിറ്റും കൊടുത്തു. ടി എന്ന് പറയുന്നത് എ തൊട്ടിട്ട് ബി വരെയാണ്. സെഡ് ഓഫ് എ എന്ന് പറയുന്നത് Z1ഉം സെഡ് ഓഫ് ബി എന്ന് പറയുന്നത് Z2 ആണ്. ഓക്കെ, അപ്പോൾ സീൻ്റെ ആണ് നമുക്ക് എന്ത് എഴുതിയത്? ആ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എഴുതിയത്. ഇതേപോലെ നമ്മൾ പറഞ്ഞില്ലേ മൈനസ് സിയുടെയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ സിയുടെ ഒരെണ്ണം എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് സിയുടെയും കൂടി എടുക്കണം. ഓക്കെ, അപ്പോൾ ദെൻ ദി കോണ്ടൂർ മൈനസ് സി ഹാസ് ദി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. ഇനി മൈനസ് സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ സിയുടെ ആയപ്പോൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. അപ്പോൾ മൈനസ് സിയുടെ ആകുമ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ ഈ ടിയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് മൈനസ് ടി. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഈ റേഞ്ച് എങ്ങനെ മാറി നോക്കുക.
എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ഇതിൻ്റെ. നമ്മൾ പറഞ്ഞു മൈനസ് സി ആവുമ്പോൾ എന്താ ചെയ്യുന്നത്, ടിക്ക് മൈനസ് ടി എന്ന് വരണം. അപ്പോൾ ഇതിനൊരു മൈനസ് ടി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടീനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -a -t -b മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഇനീക്വാളിറ്റി ചേഞ്ച് ആവും. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി. പിന്നെ നേരെ തിരിക്കുമ്പോൾ എങ്ങനെ ഒരു -t ലെസ് ദാൻ ഓർ ഈക്വൽ ടു -b ലെസ് ദാൻ ഓർ ഈക്വൽ ടു -t ലെസ് ദാൻ ഓർ ഈക്വൽ ടു -a. അങ്ങനെ -b ലെസ് ദാൻ ഓർ ഈക്വൽ ടു -t ലെസ് ദാൻ ഓർ ഈക്വൽ ടു -a. ഓക്കെ, അപ്പോൾ ആദ്യം സിയുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ വന്ന് z=z ആണ്. ടി എന്ന് പറയുന്നത് a to b ആണ്. ഇനി സിയുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ടിയുടെ പ്ലേസിൽ മൈനസ് വരും. അപ്പോൾ z=z(-t) ലിമിറ്റ് ചേഞ്ച് വരും, -b തൊട്ടിട്ട് -a വരെ ആവും. ഇനി ഇൻറ്റഗ്രൽ ഓവർ -c f(z) dz ഇതെന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് വി ഹാവ് ടു ഫൈൻഡ് ഇൻറ്റഗ്രൽ ഓവർ -c f(z) dz. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രൽ ഓവർ c f(z) dzന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇൻറ്റഗ്രൽ a to b f(z)(t) ഇൻറ്റു z' dt ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി വയ്ക്കുക. ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ ഓവർ c f(z) dz ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b f(z)(t) ഇൻറ്റു z' dt. ഇനി നോക്കാം, നമുക്ക് വേണ്ടത് ഇൻറ്റഗ്രൽ ഓവർ -c f(z) dz ആണ് വേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ ഇൻറ്റഗ്രൽ a to b എന്നല്ല ഉള്ളത്. അത് ഇവിടെ നോക്കുക, -c എവിടെ തൊട്ട് എവിടം വരെയാണ്, -b തൊട്ടിട്ട് -a വരെയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ -b to -a എന്ന് വരും. ഇവിടെ എന്ത് വരും, -t വരും. ഇവിടെ z(t) എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കുക, -cയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ z എന്ന് പറയുന്നത് എന്താണ്, z(-t) ആണ്. ഇനി അടുത്തത് എന്ത് വേണം, z' വേണം. അതായത് dt ഓഫ് z(-t) dt. അതായത് z(-t)യുടെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. അതല്ല ഈ z' എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ഈ z(t)നെ t വെച്ച് ഡെറിവേറ്റീവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്ക് പകരം എന്താണ്, -t ആണ്. അപ്പോൾ d/dt ഓഫ് z(-t) എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -b to -a f(z)(t) ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, z'(-t) എന്ന് വരും. പിന്നെ -tയുടെ ഡെറിവേറ്റീവ് എന്തെന്നു, -1 dt. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, ഇൻറ്റഗ്രൽ -b to -a f(z)(t) ഇൻറ്റു z'(t) dt. ഇവിടെ നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സെഡിൻ്റെ ഡെറിവേറ്റീവ് z'(-t) വരും, -tയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, -1. അങ്ങനെയാണ് ഇൻറ്റഗ്രൽ -b to -a f(z)(t) ഇൻറ്റു z'(t) dt എന്ന് വന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ടല്ലോ, അങ്ങനെ ഇത് മൈനസാണ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മൈനസ് ഉണ്ട്. ഈ -tക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് ഇനി ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ പുട്ട് -u ഈക്വൽ ടു -t. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എങ്ങനെ വരും, du/dt. അപ്പോൾ ഈ ടിയുടെ -tയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നത് വരും -1 എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, dt ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ dt-നെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ du ഈക്വൽ ടു എന്ത് വന്നു, -dt എന്ന് വന്നു. നമുക്കിവിടെ dt മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ നെഗറ്റീവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തൊരു -du ഈക്വൽ ടു dt എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തത് നമ്മൾ u എന്ന് പറയുന്നത് -tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഡെറിവേറ്റീവ് എടുത്തു, du/dt എടുത്തപ്പോൾ -1 കിട്ടി. ഈ ടീനെ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ du ഈക്വൽ ടു -t dt എന്ന് വന്നു. ഈ നെഗറ്റീവിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ -du ഈക്വൽ ടു dt എന്ന് വന്നു. ഇനി ലിമിറ്റ് നോക്കുക, t എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, -b to -a തൊട്ടാണ്. അപ്പോൾ -b to t ഈക്വൽ ടു -a. അപ്പോൾ t -b ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്ത് വരും, u എന്ന് പറയുന്നത് -t ആണ്. അപ്പോൾ -b, അപ്പോൾ എന്ത് വന്നു, b എന്ന് വന്നു. അപ്പോൾ മറ്റേത് -a ആകുമ്പോൾ -a. അപ്പോൾ രണ്ട് നെഗറ്റീവ് കൂടി ക്യാൻസൽ ആയിട്ട് പോയിട്ട് എന്ത് വന്നു, a എന്ന് വന്നു. അതായത് ടിയുടെ ലിമിറ്റ് മാറ്റണം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ലിമിറ്റ് മാറ്റണം. അപ്പോൾ t ഈക്വൽ ടു -b എന്ന് പറയുന്നത് യുവിൽ എന്താവും നോക്കുക, u എന്ന് പറയുന്നത് -t ആണ്. അപ്പോൾ ഈ
മൈനസ് ഇട്ടു, പിന്നെ ടിയുടെ വാല്യൂ ഇവിടെ എന്താ -b. അങ്ങനെ രണ്ട് നെഗറ്റീവും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്തായി b ആയി. ടി ഈക്വൽ ടു -a. അപ്പോൾ യു എന്ന് പറയുന്നത് എന്ത് വരും, -a. രണ്ട് നെഗറ്റീവും കൂടി ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വന്നു, a എന്ന് വന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ലിമിറ്റ് -b ടു -a എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെ വന്നു, b ടു a എന്ന് വന്നു. അപ്പോൾ b ടു a. ഇനി എഫ് ഓഫ് സെഡ് ഓഫ് -t. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ഈ -tക്കാണ് നമ്മൾ എന്ത് കൊടുത്തത്, യു കൊടുത്തത്. അപ്പോൾ എന്ത് വരും, സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ്, ഇവിടെ -t ഇല്ല, അതിന് എന്ത് കൊടുക്കുക, യു എന്ന് കൊടുക്കുക. ഡി ടിക്ക് വരഞ്ഞ് എന്ത് ചെയ്താൽ മതി, ഡി യു എന്ന് എഴുതാം, -du. കാരണം ഡി ടി ഈക്വൽ ടു -du എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്തു വെച്ചാൽ ഈ നെഗറ്റീവിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, ഇപ്പോൾ വന്നൊരു നെഗറ്റീവും കൂടി വന്നു. പിന്നെ ഇൻ്റഗ്രൽ b ടു a എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി യു എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് വെച്ചാൽ ഈ രണ്ട് നെഗറ്റീവും കൂടിയിട്ട് ക്യാൻസലായി പോവും. അപ്പോൾ എങ്ങനെ വരും, ഇൻ്റഗ്രൽ b ടു a എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി യു എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഈ ലിമിറ്റിനെ ഒന്ന് മാറ്റാൻ പോവാണ്. അതായത് ഇനി ഞാൻ ഈ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് b ടു a എന്നുള്ളത് a ടു b ആക്കാണ്. അങ്ങനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. അതായത് ഇപ്പോൾ ഇൻ്റഗ്രൽ a ടു b എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അതിനെ എനിക്ക് എഴുതാം ഇൻ്റഗ്രൽ -b ടു a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊരു നെഗറ്റീവ് സൈൻ വരും. ഇവിടെ ഇങ്ങനെ വരും, a ടു b എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി യു എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ എടുക്കാം. നോക്കുക, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആയപ്പോൾ a ടു b എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, ഇൻ്റഗ്രേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാണ്, a ടു b ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ a ടു b ആണ്. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എല്ലാം ടിയിലാണ് കിടക്കുന്നത്. ഇവിടെ എല്ലാം എന്തിലാണ് കിടക്കുന്നത്, യുവിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടിയിലായാലും യുവിലായാലും വേരിയബിൾ ഏതായാലും നമുക്ക് പ്രശ്നമില്ല. ഈ ഫോർമാറ്റിലാണോ കിടക്കുന്നത് നോക്കുക, എഫ് ഓഫ് സെഡ് ഓഫ് ടി. ഇവിടെ നോക്കണം, എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ സെഡ് ഡാഷ് ഓഫ് യു ഡി യു. അപ്പോൾ ആ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. വേരിയബിൾ മാത്രം എന്തിലാണെന്നേ ഉള്ളൂ, യുവിലാണെന്നേ ഉള്ളൂ. പിന്നെ ഒരു നെഗറ്റീവ് സൈൻ്റെ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നെഗറ്റീവിനെ ഇങ്ങനെ ഇട്ടു. ഇപ്പോൾ നമുക്ക് എന്ത് വരാം, ഇതിന് വരാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം. കാരണം നോക്കുക, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇവിടെ ടിക്ക് പകരം എല്ലാം യുവിലാണെന്നേ ഉള്ളൂ. ഇങ്ങനെ യുവിലായാലും ടിയിലായാലും എല്ലാം ഈ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അത് ഏതിനോട് സെയിം ആയിരിക്കും, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിനോട് സെയിം ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റി, മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അതായത് ഇപ്പോൾ കിട്ടിയത് എന്താ, ഇൻ്റഗ്രൽ -c എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിയുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ എഴുതി, ദെൻ -cയുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ എഴുതി, നമ്മുടെ ഡെഫിനീഷൻ എഴുതി, നമുക്ക് വേണ്ട സാധനം ആദ്യം എഴുതി, എന്നിട്ട് ആ ഡെഫിനീഷൻ പ്രകാരം അതിനെ മാറ്റി എഴുതി, ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ -1 വന്നു, നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു. അതിന് ശേഷം ഈ -tക്ക് നമ്മളൊരു യു എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ദെൻ ലിമിറ്റും കൂടി ചേഞ്ച് ചെയ്തു, ദെൻ അതിന് ശേഷം ഇവിടെ എല്ലാ വേരിയബിളിനെ യുവിലേക്ക് മാറ്റി, ആ നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു, നെഗറ്റീവും പോസിറ്റീവായി, ദെൻ ആ ഇൻ്റഗ്രേഷൻ ലിമിറ്റിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എളുപ്പമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് നന്നായി നോക്കുക. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സി എന്ന് പറയുന്നത് ഒരു കോണ്ടൂറാണ്. അതിൽ തന്നെ രണ്ട് കോണ്ടൂർ, സി എന്ന് പറയുന്നത് C1 C2 എന്ന് പറഞ്ഞാൽ രണ്ട് കോണ്ടൂർ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ കോണ്ടൂറാണ്. ഓക്കെ, അപ്പോൾ ഈ സി ഈസ് എ കോണ്ടൂർ. അതിൽ C1 എന്ന് പറയുന്നത് Z1 ടു Z3 ആണ്, C2 എന്ന് പറയുന്നത് Z3 ടു Z2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആയിരിക്കും. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന ഒരു കോണ്ടൂർ, അതിൽ രണ്ട് കോണ്ടൂറുണ്ട്, C1 ഉം C2. C1 എന്ന് പറയുന്നത് Z1 തൊട്ട് Z3 വരെയും C2 എന്ന് പറയുന്നത് Z3 തൊട്ട് Z2 വരെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ C1ൻ്റെയും C2ൻ്റെയും എന്ത് ചെയ്താൽ
കോണ്ടൂർ എന്താണെന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് C1 C2 കോണ്ടൂർ ആദ്യം എഴുതും. എന്നിട്ട് അത് രണ്ടും കൂടി ക്ലബ് ചെയ്തതാണ് C എന്ന് പറയും. എന്നിട്ട് നമ്മൾ സാധാരണ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ C1 ആണ് എഴുതാൻ പോണത്. അപ്പോൾ ലെറ്റ് ദി കോണ്ടൂർ C1 ഈസ് ഗിവൺ ബൈ, ഓക്കെ, C1 എന്ന് പറയുന്ന കോണ്ടൂറാണ് ഞാൻ എഴുതണത്. അതിന് ഞാൻ Z ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് വിളിച്ചു. ഓക്കെ, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് വിളിച്ചു. നമ്മൾ സാധാരണ കോണ്ടൂർ എങ്ങനെ എഴുതുക? Z ഈക്വൽ ടു Z ഓഫ് ടി അങ്ങനെയല്ലേ എഴുതുക. അതിന് പകരം ഞാനിവിടെ സെഡിന് വരെ വേറൊരു ഫംഗ്ഷൻ എടുത്തു ഫൈ. അപ്പോൾ Z ഈക്വൽ ടു ഫൈ ഓഫ് ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലിമിറ്റ് A തൊട്ടിട്ട് C വരെ, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു C, വേർ എന്ത് ചെയ്യുക, ഫൈ ഓഫ് A എന്ന് പറയണത് ഈക്വൽ ടു Z1 ആൻഡ് ഫൈ ഓഫ് C ഈക്വൽ ടു Z3. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിമിറ്റ് നോക്കുക. ഈ ലിമിറ്റിൽ ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. ഫൈ ഓഫ് A എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക എവിടെ തൊട്ട് എവിടെ വരെ, Z1 ടു Z3 ആണ്. ഫൈ ഓഫ് A Z1ഉം ലാസ്റ്റ് ഫൈ ഓഫ് C എന്ന് പറയുന്നത് എവിടെ വരെയാണ്, Z3. അങ്ങനെയാണ് ഫൈ ഓഫ് A ടു Z1ഉം ഫൈ ഓഫ് C ടു Z3 എന്ന് വന്നത്. അപ്പോൾ ഇതാണ് C1 എന്ന് പറയുന്ന കോണ്ടൂർ. ഇതേപോലെ എന്ത് ചെയ്യണം, C2 എന്ന് പറയുന്ന കോണ്ടൂർ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ദി കോണ്ടൂർ C2 ഈസ് ഗിവൺ ബൈ, നമ്മൾ Z ഈക്വൽ ടു ഫൈ ഓഫ് ടിക്ക് പകരം സൈ ഓഫ് ടി. നമ്മൾ എഴുതാൻ പോണത്, ലിമിറ്റ് എടുക്കാൻ പോണത് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, വേർ ഈ പറഞ്ഞ രീതിയിൽ സൈ ഓഫ് C ഈക്വൽ ടു എവിടെ തൊട്ടാണ്, Z3. അപ്പോൾ Z3 ആൻഡ് സൈ ഓഫ് B ഈക്വൽ ടു ഏതാണ്, Z2. ഓക്കെ, അപ്പോൾ ഡിഫൈൻ ചെയ്തു. സൈ ഓഫ് സിയും ഡിഫൈൻ ചെയ്തു, സൈ ഓഫ് ബിയും ഡിഫൈൻ ചെയ്തു. അപ്പോൾ C1 ഡിഫൈൻ ചെയ്തു, C2 ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ C എന്ന് പറയുന്ന കോണ്ടൂറിലാണ് C1ഉം C2 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ C1ഉം C2 ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോണ്ടൂർ എന്ത് ചെയ്യുക, C ഡിഫൈൻ ചെയ്യുക. ദെൻ ദി കോണ്ടൂർ C ഈസ് ഗിവൺ ബൈ, ഓക്കെ, അപ്പോൾ കോണ്ടൂർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ Z ഈക്വൽ ടു Z ഓഫ് ടി, വലിയ കോണ്ടൂറിനെ ഞാൻ Z ഓഫ് ടി എന്ന് തന്നെ വിളിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടാക്കിയിട്ട് ക്ലബ് ചെയ്യുക. ആദ്യത്തെ ഫൈ ഓഫ് ടി ഏത് കേസിലാണ്, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു Cയിൽ. രണ്ടാമത്തെ സൈ ഓഫ് ടി ഏത് കേസിലാണ്, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bയിൽ. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് C എന്ന് വിളിച്ചു. ആദ്യത്തെ ഫൈ ഓഫ് ടി, രണ്ടാമത്തെ സൈ ഓഫ് ടി. ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ലിമിറ്റ് A തൊട്ട് C വരെ, സൈ ഓഫ് ടി എന്ന് പറയുന്നത് C തൊട്ടിട്ട് B വരെ. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിനേഷൻ എഴുതാം. ബൈ ഡെഫിനേഷൻ നമുക്ക് എന്ത് പറയാം, ഇൻറ്റഗ്രൽ ഓവർ C എഫ് ഓഫ് Z ഡി Z ഈക്വൽ ടു ഇൻറ്റഗ്രൽ A ടു B എഫ് ഓഫ് Z ഓഫ് ടി ഇൻറ്റു Z ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പം നോക്കുക, A തൊട്ടിട്ട് B വരെയുള്ള ഇൻ്റർവെലിനെ രണ്ടാക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. A തൊട്ട് C വരെ ഒരെണ്ണം, C തൊട്ടിട്ട് B വരെ ഒരെണ്ണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും ഈ ഇൻ്റഗ്രേഷനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ, ഇൻ്റഗ്രൽ A തൊട്ട് C വരെ ഒരെണ്ണം. അപ്പോൾ A ടു C എഫ് ഓഫ് Z ഓഫ് ടി ഇൻറ്റു Z ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ C ടു B എഫ് ഓഫ് Z ഓഫ് ടി ഇൻറ്റു Z ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ A ടു C. ഇവിടെ നോക്കുക, ഇതിൽ Z ഓഫ് ടിയുടെ വാല്യൂ എന്താ, A ടു സിയിൽ. A ടു C എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്. ഇവിടെ Z ഓഫ് ടി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്, ഫൈ ഓഫ് ടിയോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ C ടു B. C ടു Bയിൽ ഇതേപോലെ നോക്കുക, Z ഓഫ് ടി ഏതില്ല, C ടു B എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അവിടെ Z ഓഫ് ടി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്, സൈ ഓഫ് ടിയോട് ഈക്വലാണ്. അപ്പോൾ സൈ ഓഫ് ടി ഇൻറ്റു സൈ ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ആ ഡെഫിനേഷനിലേക്ക് നോക്കുക. ഇൻ്റഗ്രൽ A ടു B എഫ് ഓഫ് Z ഓഫ് ടി ഇൻറ്റു Z ഡാഷ് ഓഫ് ടി ഡി ടി. ഇൻ്റഗ്രേഷൻ അവിടെ നിൽക്കട്ടെ. ഇത് നോക്കി നോക്കൂ, എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി. ആ ഒരു ഫോർമാറ്റിലാണ്, സെഡിന് പകരം ഫൈ ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഫോർമാറ്റിലാണ് സെഡിന് പകരം സൈ ആണെന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇതിൻ്റെ ഓൾറെഡി നമ്മളിത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എഴുതാം, ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് Z ഡി Z പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് Z ഡി Z. ഇവിടെ C1ഉം C2 എഴുതാൻ കാരണം ഇവിടെ നോക്കുക, ഡെഫിനീഷനിൽ C എന്ന് പറയുന്നത് A തൊട്ട് B വരെ ഡിഫൈൻ ചെയ്ത കേസ് ആയതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് Z ഡി Z എന്ന് വന്നത്. പക്ഷേ ഇവിടെ A തൊട്ട് C വരെയാണ് ലിമിറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. A തൊട്ട് C വരെ എന്ന് പറയുന്നത് ഏത് കോണ്ടൂറാണ്, C1 ആണ്. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് Z ഡി Z എന്ന് വന്നത്.
പ്ലസ് ഇവിടെ സി തൊട്ട് ബി വരെ എന്നാണ് പറയുന്നത്, അതെവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് C2ലാണ്. അങ്ങനെയാണ് ഇൻറ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയത് എന്താ? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. അതായത് സി എന്ന് പറയുന്ന കോണ്ടൂറിനെ രണ്ട് കോണ്ടൂറുകളുടെ യൂണിയൻ ആക്കിയിട്ട് എഴുതുക. അതായത് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സിയിൽ C1 C2 എന്ന് പറഞ്ഞാൽ രണ്ട് കോണ്ടൂർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അപ്പോൾ നമ്മൾ C1നെ ആദ്യം ഡിഫൈൻ ചെയ്തു, C2നെ ഡിഫൈൻ ചെയ്തു, രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് സിനെ ഡിഫൈൻ ചെയ്തു, ദെൻ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പ്രോപ്പർട്ടി നന്നായി പഠിക്കാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എഫ് ഓഫ് സെഡ് ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോംപ്ലക്സ് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അതായത് ഫുൾ കണ്ടിന്യൂസ് അല്ല, ഓരോരോ റീജിയനിലാണ് കണ്ടിന്യൂസ്. ഓൺ ദി കോണ്ടൂർ സി, ദെൻ സെഡ് നോട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ്. അതേപോലെ നമ്മൾ സാധാരണ ഇൻറ്റഗ്രേഷൻ പറയുന്നത് അതേപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തിട്ടും ചെയ്യാം. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ പ്രൂഫ് സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോണ്ടൂർ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ലെറ്റ് സി ബി ദി കോണ്ടൂർ ഡിഫൈൻഡ് ബൈ നമ്മൾ ഏതാണ് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ആ ഡെഫിനീഷൻ എഴുതുക. ബൈ ഡെഫിനീഷൻ നമ്മളിങ്ങനെ എഴുതിനത് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് ചെയ്തോട്ട് എവിടെ വരെയാണ്? ബി, എ തൊട്ട് ബി വരെ. അപ്പോൾ എ ടു ബി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എഫിന് പകരമാണ് ഇവിടെ എന്ത്? എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് എഴുതുമ്പോൾ അതെങ്ങനെ വരും? എഫ് ഓഫ് സെഡ് ഓഫ് ടി പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി എന്ന് വരില്ലേ? കാരണം നോക്കുക, ഇവിടെ എഫ് ഓഫ് സെഡിന് വരെ ഇവിടെ ഉള്ളത് എന്താ? എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് ആയപ്പോൾ അപ്പുറത്തേക്ക് വന്നപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് സെഡ് ഓഫ് ടി. അതായത് സെഡിൻ്റെ പ്ലേസിൽ എല്ലായിടത്തും എന്ത് വന്നു? ഒരു ടി കയറി വന്നു. അപ്പോൾ അത് അതേപോലെ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് സെഡ് ഓഫ് ടി പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പുറത്തുള്ളത്. ഇവിടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്താ? സെഡ് ഓഫ് ടി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തെന്നെ വരും? സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ എഫ് ആയിരുന്നു, അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി വന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ആണ്, എല്ലാത്തിൻ്റെയും കൂടി ഒരു ടി വന്നു. പിന്നെ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പുറത്തുള്ളത്. ഉള്ളിലുള്ള സെഡ് ഓഫ് ടി ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഡി ടി രണ്ടിനും കോമൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു. അതായത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇൻറ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നോക്കുക എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ നോക്കുക എല്ലാം ഇവിടുത്തെ ഫംഗ്ഷൻ എഫിലായതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് വന്നത്. ഇവിടെ ഫംഗ്ഷൻ എന്തിലാണ്? എഫിലാണ്. അപ്പോൾ ഇതെന്തെന്നെ വരും? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് വന്നു. പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് വന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഫംഗ്ഷൻ ഏതിലാണ്? എഫിലാണോ ജിയിലാണോ? ജിയിലാണ്. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിന് വരുന്ന വരും ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് കോണ്ടൂർ ഡിഫൈൻ ചെയ്തു, ഡെഫിനീഷൻ എഴുതി. നമുക്ക് വേണ്ടത് ഇതായിരുന്നു. അപ്പോൾ ഇത് നോക്കി ആ ഡെഫിനീഷൻ പ്രകാരം എങ്ങനെ വരും നോക്കി ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇൻറ്റഗ്രേഷന് രണ്ട് സൈഡിലേക്കും കൊണ്ടുപോയി, രണ്ട് സൈഡിലേക്കും എഴുതി. ദെൻ അതിന് ശേഷം നമ്മൾ ഈ ഡെഫിനീഷൻ പ്രകാരം ഇതെന്ത് വരും നോക്കി. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇനി ഇതിൽ ഒരു പാർട്ടും കൂടിയാണ് ചെയ്യാനുള്ളത്.
ഇനി അതിൽ രണ്ടാമത് കാണിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനീഷൻ പ്രകാരം ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ത് വരും നോക്കി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി. ഈ സെറ്റ് നോട്ടിന് അങ്ങനെ തന്നെ നമ്മൾ എഴുതി. ഇനി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആകുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഈ സെറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. കോൺസ്റ്റൻറ്റിനെ എപ്പോഴും നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സെറ്റ് നോട്ട് ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. അപ്പോൾ ദാറ്റ് ഈസ് സെറ്റ് നോട്ടിൽ അങ്ങനെ എഴുതി. ഇതെന്ന് പറയുന്നത് ഡെഫിനീഷൻ പ്രകാരം ഇതിനോട് ഈക്വലാണ്? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡിനോട് ഈക്വലാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതായത് ഇൻറ്റഗ്രേഷനുള്ള ഒരു കോൺസ്റ്റൻറ്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ കോണ്ടൂറിൻ്റെ ഡെഫിനീഷൻ പ്രകാരം ആദ്യം എഴുതി, സെറ്റ് നോട്ട് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ദെൻ ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് നോക്കി, അത് ഈ ഡെഫിനീഷൻ പ്രകാരം എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്, അതിനോട് ഈക്വൽ ആണെന്ന് എഴുതി. ഇനി അടുത്ത തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു തിയറാണ് ML ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള തിയറും. ഓക്കെ, അപ്പോൾ തിയർ എന്താ പറയണമെന്ന് നോക്കാം. ഇഫ് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എവ്രിവെയർ ഓൺ എ കോണ്ടൂർ സി ആൻഡ് എൽ ഈസ് ദി ലെങ്ത് ഓഫ് സി then modulus of integral over c f of z dz less than or equal to ml. ഓക്കെ, അതായത് മോഡ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. എം എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. സി എന്ന് പറയുന്നത് ഈ കോണ്ടൂറിൻ്റെ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ സി അല്ല, എൽ എന്ന് പറയുന്നത് ഈ കോണ്ടൂറിൻ്റെ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ML ആയിരിക്കും. ഓക്കെ, അതായത് ML എന്ന് പറഞ്ഞാൽ M ഇൻറ്റു എൽ. എം എന്ന് പറയുന്നത് ഇതും എൽ എന്ന് പറയുന്നത് ഈ ലെങ്ത്തിൻ്റെയും. ഓക്കെ, അപ്പോൾ പ്രൂഫ് എന്തുവരും നോക്കുക. അപ്പോൾ എന്നും ചെയ്യണ പോലെ ആദ്യം എന്ത് ചെയ്യുക? ഒരു കോണ്ടൂറിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ലെറ്റ് സി ബി ദി കോണ്ടൂർ ഡിഫൈൻഡ് ബൈ എങ്ങനെയായിരുന്നു? സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ നമ്മൾ കോണ്ടൂർ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ എൽ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ നോക്കുക. എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് സി ആണ്, അതായത് കോണ്ടൂറിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അത് ഡെഫിനീഷൻ പ്രകാരം എന്താണ്? ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇത് ഫോർമുലയാണ്. ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് തന്നിട്ടുണ്ട്. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കോണ്ടൂർ എടുത്താലും ശരിയാണെന്നാണ് പറയണത്. അതായത് ഓൺ സി ഇതെവിടെയാണ്? മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ സി എന്നാണ്. സിയിൽ എവിടെ നോക്കിയാലും മോഡ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ടി എടുത്താലും ഇതും എന്ത് തന്നെയായിരിക്കും? എം തന്നെയായിരിക്കും. കാരണം സിയിൽ മൊത്തം മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ ആ സി എന്ന് പറഞ്ഞ കോണ്ടൂറിൽ ഞാൻ ടി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് തന്നെയായിരിക്കും? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ ടി. ആ ടി എങ്ങനെയാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ സി. അപ്പോൾ സിയിൽ ഇത് ശരിയാണെങ്കിൽ ഏത് ടി എടുത്താലും ശരിയായിരിക്കും. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ ടി. ടി എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ബൈ ഡെഫിനീഷൻ പ്രകാരം നോക്കുക. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അപ്പോൾ മോഡുലസ് എടുത്തു. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് മോഡുലസ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിൽ മോഡുലസ് എടുക്കും. മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മോഡുലസിനെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. മോഡുലസിനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈൻ വരും. ഓക്കെ, മോഡുലസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈൻ വരും. അപ്പോൾ ഇതെങ്ങനെ വരും? ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി
മോഡുലസ് ക്ലോസ് ചെയ്തു ഡി ടി. ഓക്കെ, ഈ മോഡുലസിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ വന്നു. ഇത് ഉള്ളിലേക്ക് വരുന്നുണ്ട് മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക, ഈ മോഡുലസിനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതുപോലെ വന്നു. ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി ഈ മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, എം ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഓൾറെഡി പുറത്തൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. എം എന്ന് എഴുതി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഈ എം കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ എമ്മിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എം ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഇത് എന്താണെന്നാണ് പറഞ്ഞത്, ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതെന്ത് വന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ കഴിഞ്ഞു. മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കിട്ടി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി നോക്കുക. ജസ്റ്റ് ചിലപ്പോൾ ഡിഫൈൻ എം എൽ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എം എൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതണം, പ്രൂഫ് നമ്മൾ എഴുതണം. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. എൽ എന്ന് പറയുന്നത് സിയുടെ ലെങ്ത് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സി എന്ന് പറഞ്ഞൊരു കോണ്ടൂർ എടുത്തു, എല്ലിൻ്റെ ഇക്വേഷൻ എഴുതി, മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ടി എടുത്താലും അത് സെയിം ആയിരിക്കും. ഡെഫിനീഷൻ അപ്ലൈ ചെയ്തു, രണ്ട് സൈഡിലും മോഡുലസ് എടുത്തു. മോഡുലസ് ഉള്ളിലേക്ക് പോകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് എം ആണ്, അപ്പോൾ എം എഴുതി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വന്നു. ദെൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ എന്ന് വന്നു.